ഈ മനോരമ, മാതൃഭൂമി പോലെയുള്ള പത്രങ്ങൾ വരുത്താതിരിക്കണം, അതിനെ ഉപേക്ഷിക്കണം, അവരുടെ ചാനലുകൾ കാണില്ലാൻ തീരുമാനിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആ രീതിയിൽ വേണം ഇവർക്ക് മറുപടി കൊടുക്കേണ്ടത്. കേരളത്തെ സംബന്ധിച്ചോളം കേരളത്തിൽ ഇടതും വലതും മത്സരിക്കുന്നത് ഹിന്ദു വിരുദ്ധതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഹിന്ദുക്കളെ എങ്ങനെ മോശമാക്കി കാണിക്കാമെന്ന് വിചാരിക്കാനാണ്. ഭാരതം മൊത്തം എല്ലാ രാഷ്ട്രങ്ങളും ഭാരതത്തെ ബഹുമാനിക്കുമ്പോൾ, വിശ്വഗുരുവായി അംഗീകരിക്കുമ്പോൾ, ഭാരതത്തിന്റെ ഈ അറ്റത്ത് കിടക്കുന്ന എന്താ പറയാ, പണ്ടത്തെ ഭാഷ പറഞ്ഞ കോണകം എന്ന് പറയുന്ന അവസ്ഥയാണ് കേരളം. ഈ കേരളത്തിൽ കിടക്കുന്ന കുറെ മാധ്യമങ്ങൾ കുഴച്ചതുകൊണ്ട് ഭാരതത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ? നരേന്ദ്രമോദിജിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ഞാൻ ചോദിക്കട്ടെ, എന്തെല്ലാം രീതിയിലുള്ള ഹൈന്ദവ വിരുദ്ധ നിലപാടുകളാണ് ഇവിടുത്തെ മീഡിയകൾ സ്വീകരിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കേരളത്തിലെ ഹിന്ദുക്കളുടെ ഏറ്റവും ഉണർവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇന്നിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ തിരുനാവായയിലെ മഹാമഹ ആഘോഷം. പണ്ട് മാമാങ്കം എന്ന് പറഞ്ഞ് എത്രയോ കാലങ്ങൾ നടന്നിരുന്ന അതിനെ ബ്രിട്ടീഷുകാർ നിരോധിച്ചതിനെ പുതുതായി വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ അങ്ങോട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും മീഡിയ അതിന് വേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ? ജനൻ ടിവിയോ അല്ലെങ്കിൽ ഇപ്പോൾ മറ്റ് നിങ്ങൾ കർമ്മ ന്യൂസ് പോലുള്ള സോഷ്യൽ മീഡിയകളല്ലാതെ വേറെ ഏതെങ്കിലും ചാനൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? അതൊരു ഹിന്ദുക്കളുടെ ഒരു സംഭവമായതുകൊണ്ട്. അതേസമയത്ത് മറ്റ് മതസ്ഥരുടെ എന്തെങ്കിലും പരിപാടികളായിരുന്നെങ്കിൽ അതിനെ കൊട്ടിഘോഷിക്കാനും വെണ്ടയ്ക്ക നിരത്താനും ഇവിടുത്തെ പത്രങ്ങളും ഇവിടുത്തെ ചാനലുകളും മത്സരിച്ചേനെ. അപ്പൊ ഇതിനെ ഇപ്പൊ കേരളത്തിന് ഇപ്പൊ ലഭിക്കേണ്ടത് ഇപ്പൊ 4 ആയുർവേദിക് എയിംസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലൊരെണ്ണം കേരളത്തിന് കിട്ടാനാണ് വിചാരിക്കേണ്ടത്. കാരണം ആയുർവേദത്തിന്റെ ഈറ്റില്ലോ എന്ന് പറയുന്ന കേരളമാണ്. ഈ കേരളത്തിന് അത് നേടിയെടുക്കാൻ ശ്രമിക്കണം. അല്ലാതെ ഈ പറഞ്ഞ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ മോശമായി ചിത്രീകരിക്കുകയല്ല വേണ്ടത്. ഇവിടെ ഹൈസ്പീഡ് റെയിൽ എന്ന് പറയുന്നു. ഹൈസ്പീഡ് റെയിൽ കേരളത്തിൽ ഉടനെയെങ്ങും പ്രായോഗികമല്ല. കാര്യം ഇവിടെ ഓരോ എംപിമാരും അവരുടെ ഓരോ സ്റ്റേഷനിൽ നിർത്തണമെന്ന് വാശി പിടിക്കുകയാണ്. ഇപ്പൊ തന്നെ വന്ദേ ഭാരത് മറ്റ് സംസ്ഥാനങ്ങളിലെ സ്പീഡ് കേരളത്തിൽ ഇല്ല. കാര്യം സ്റ്റേഷൻസ് കൂടുതലാണ്, അതുകൊണ്ടാണ്. അപ്പൊ അതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇതിന് മൊത്തത്തിലൊരു മാറ്റം വരണം. കേരളത്തെ സംബന്ധിച്ചോളം കേരളത്തിൽ ഇടതും വലതും മത്സരിക്കുന്നത് ഹിന്ദു വിരുദ്ധതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഹിന്ദുക്കളെ എങ്ങനെ മോശമാക്കി കാണിക്കാമെന്ന് വിചാരിക്കാനാണ്. മറ്റ് മതങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് ഹിന്ദുക്കളെ മോശമാക്കാനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ശബരിമല വിഷയത്തിൽ അറിയാമല്ലോ, കോടിക്കണക്കിന് രൂപയുടെ അവിടുത്തെ ഭഗവാന്റെ സ്വർണമാണ് മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അത് ഇടതുകാർ മാത്രമല്ല, ഇതിനു മുമ്പ് വലതുകാർ ഇതൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടാവും. ഓരോ ക്ഷേത്രങ്ങളിലും മോഷണം നടത്തുന്നു. ഓരോ ഹിന്ദുക്കളുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഏതൊരു രീതിയിലെല്ലാം മോശമാക്കി ചിത്രീകരിക്കാമോ ആ രീതിയിലെല്ലാം മോശമാക്കി ചിത്രീകരിക്കുന്നു. ഭാരതത്തെ ഒട്ടാകെ, അതായത് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി, ഭാരതീയ ജനതാ പാർട്ടി ഭാരതം ഭരിക്കുന്നതുകൊണ്ട് മാത്രം ഭാരതത്തെ മോശമാക്കി കാണിക്കുന്ന ഒരവസ്ഥ വരെ, സ്വന്തം രാജ്യത്തെ താറടിച്ച് കാണിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടുത്തെ മീഡിയകൾ കാണിക്കുന്നത്. ഇതിനെ ഒരിക്കലും നമുക്ക് വെച്ചു പൊറിപ്പിക്കാൻ പാടില്ല. കാര്യം എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള യഥാർത്ഥ ഹിന്ദുക്കൾ, ഹൈന്ദവ വിശ്വാസികൾ, ഈശ്വര വിശ്വാസികൾ ഈ മനോരമ, മാതൃഭൂമി പോലെയുള്ള പത്രങ്ങൾ വരുത്താതിരിക്കണം, അതിനെ ഉപേക്ഷിക്കണം, അവരുടെ ചാനലുകൾ കാണില്ലാൻ തീരുമാനിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആ രീതിയിൽ വേണം ഇവർക്ക് മറുപടി കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഇവരെ പത്രവും വാങ്ങിച്ച് വീട്ടിൽ കക്ഷത്തും വെച്ചിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. ആ രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം. മറ്റൊരു മതത്തെയാണ് അവർ മോശമായി കാണിച്ചിരുന്നെങ്കിൽ അതിന് കൃത്യമായ രീതിയിൽ മറുപടി അവർക്ക് കിട്ടിയാണ്. ഹിന്ദുക്കളുടെ ഏത് രീതിയിലും ഹിന്ദുക്കളുടെ പുറത്ത് കുതിര കയറാം എന്നുള്ള ഇവരൊരു വിശ്വാസമാണ് ഈ നമ്മൾ മാറ്റേണ്ടത്. അത് മാറ്റിയെടുക്കാത്തിടത്തോളം കാലം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കേരളത്തിലിരുന്ന് എന്ത് കുരച്ചാലും അവിടെ ഭാരതത്തിലൊരു പ്രശ്നമില്ല, അവിടെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. നരേന്ദ്രമോദിജി ഓരോ ദിവസവും കഴിയുന്തോറും ലോക രാഷ്ട്രങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ വില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, ഭാരതത്തിന്റെ സ്ഥാനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, ഭാരതം വിശ്വഗുരുവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ മനോരമ പത്രം മാത്രമല്ല, കേരളത്തിലെ പ്രിന്റ് മീഡിയ ആയാലും വിഷ്വൽ മീഡിയ ആയാലും ഏതെല്ലാം രീതിയിൽ നമ്മുടെ പ്രധാനമന്ത്രിയെയും നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിനെയും ഏതൊക്കെ രീതിയിൽ മോശമാക്കി കാണിക്കാമോ ആ രീതിയിലെല്ലാം മോശമാക്കി കാണിക്കാനും ആവശ്യമില്ലാത്ത രീതിയിൽ അതിനെ വളച്ചൊടിച്ച് ചിത്രീകരിക്കാനുമാണ് എത്രയോ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരതം എന്ന് പറയുന്ന നമ്മുടെ രാജ്യം ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ തന്നെ ഒരു ഏറ്റവും വലിയ സ്ഥാനം, അതായത് ഒരു വിശ്വഗുരുവായി മാറിക്കൊണ്ടിരിക്കുന്നത് സാക്ഷാൽ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷത്തോളം ഭരിച്ചിരുന്ന കോൺഗ്രസ്, ഈ കോൺഗ്രസ് ഭാരതത്തെ ഏറ്റവും മോശമാക്കി ചിത്രീകരിച്ച് ഏറ്റവും മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ ഭാരതത്തിന്റെ വില എത്രത്തോളം താന്നു കിടന്നതാണ്. അതിനെയാണ് ഈ 11 വർഷം കൊണ്ട് ഇത്ര ഉയർച്ചയിലേക്ക് കൊണ്ടുവന്നത്.
നമുക്കറിയാം പണ്ട് ഇന്ദിരാഗാന്ധി എല്ലാം ഇവിടെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അമേരിക്കയിൽ പോയി പ്രസിഡന്റിനെ കാണാൻ വേണ്ടി കാവലിരുന്നിട്ടുണ്ട്. ഇപ്പോ നരേന്ദ്രമോദി അമേരിക്കയിൽ ചെല്ലുമ്പോൾ പ്രസിഡന്റ് എയർപോർട്ടിൽ വന്ന് സ്വീകരിച്ചുകൊണ്ട് പോവാണ്. അപ്പൊ എന്താണ് അതിന്റെ ഒരു വ്യത്യാസം നോക്കൂ. അപ്പൊ അത്